പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണോമസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി. അത് ന്യൂഡൽഹിയിലാണ്. അവിടത്തേക്ക് നോൺ ഫാക്കൽറ്റി പൊസിഷനിലേക്കാണ് ഇപ്പം നിയമനങ്ങൾ നടക്കുന്നത്. ഇത് കോൺട്രാക്ട് ബേസിലെ നിയമനമാണ്. 2 വർഷത്തേക്കാണ് ഈ നിയമനം നടത്തുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. ഇനി ഇപ്പം വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. 1 വേക്കൻസീസ് ആണ് ഉള്ളത്. ഇതിൻ്റെ ലെവൽ 11 പേയ്മെന്റ് ആണ് വരുന്നത്. 7th CPC അനുസരിച്ച് നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ 67,700 rupees മുതലേ ലഭിക്കും. സെക്കൻഡ് റിസർച്ച് ഓഫീസറാണ്. അതിനൊരു വേക്കൻസിയാണ്. അത് പേ ലെവൽ 10 ആണ്. നിങ്ങൾക്ക് കയറുമ്പോൾ 56,100 മുതൽ സ്റ്റാർട്ടിംഗ് സാലറി തുടങ്ങും. തേർഡ് എസ്റ്റേറ്റ് ഓഫീസറാണ്. അത് 1 വേക്കൻസിയാണ്. അത് ലെവൽ 10 പേയ്മെന്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സെയിം പേ സ്കെയിലിൽ തന്നെയാണ് അത് വരുന്നത്. അടുത്തത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്. 2 വേക്കൻസിയാണുള്ളത്. അടുത്ത സൂപ്രണ്ടന്റ് കമ്പ്യൂട്ടർ ആണ്. അതിനൊരു വേക്കൻസിയാണുള്ളത്. ഇത് 2 പേ ലെവൽ 7 ആണ്. ഇതിന് നിങ്ങൾക്ക് എൻട്രി പേയ്മെന്റ് ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ 44,900 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ആണ്. 1 വേക്കൻസിയാണ്. ഇത് ലെവൽ 6 പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് 35,400 വരെ ലഭിക്കും. അടുത്തത് ക്ലർക്ക് പൊസിഷൻ ആണ്. ഫസ്റ്റ് 1 വേക്കൻസിയാണുള്ളത്. ലെവൽ 4 പേയ്മെന്റ് ആണ്. 25,500 ആയിരിക്കും സ്റ്റാർട്ട് സാലറി. അടുത്തത് ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. അതിൽ 1 വേക്കൻസിയാണുള്ളത്. അത് പേ ലെവൽ 2 ആണ്. നിങ്ങൾക്ക് എൻട്രി പേയ്മെന്റ് ആയിട്ട് 19,900 മുതൽ ലഭിക്കും. അടുത്തത് മാലി ആൻഡ് മെസ്സഞ്ചർ ആണ്. 2നും ഓരോ വേക്കൻസി വിധമാണ്. 2 ലെവൽ 1 പേയ്മെന്റ് ആണ്. നിങ്ങൾക്ക് എൻട്രി പേയ്മെന്റ് ആയിട്ട് 18,000 മുതലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം NIPFPയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.nipfp.org.in വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. 1 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് 11th ലെവൽ പേയ്മെന്റ് ആയിരുന്നു. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 45 years ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അതുകൂടാതെ 10 year എക്സ്പീരിയൻസ് വേണം. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മാറ്റേഴ്സിലായിരിക്കണം. അത് ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവലിലായിരിക്കേണ്ടതുമാണ്. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് വേണം. അതിലെ 5 വർഷത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട് ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുകയും വേണ്ടതാണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അഡ്വാൻറ്റേജസ് കാണും. പിന്നെ സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ച് ഓഫീസറാണ്. ഇത് ഫസ്റ്റ് 1 വേക്കൻസി ആയിരുന്നു ഉള്ളത്. 10th ലെവൽ പേയ്മെന്റ് ആയിരുന്നു. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40 years ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ BO അല്ലെങ്കിൽ BTechോ ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ. അതിൻ്റെ കൂടാതെ 5 year എക്സ്പീരിയൻസും വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് MCA ആണ്. അതിൻ്റെ കൂടെ 3 year എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജി പ്ലസ് 3 year എക്സ്പീരിയൻസ്. അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പ്ലസ് 6 year എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതുപോലെ നെറ്റ്വർക്ക് മാനേജ്മെന്റ്, ഫയർവാൾ, സെർവർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഗ്രാഫിക് ഡിസൈൻ, വെബ് ഡിസൈൻ, കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെ അക്കാഡമിക് വെബ്സൈറ്റിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 year എക്സ്പീരിയൻസ് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസൈറബിൾ ആയിരിക്കും ഈ പോസ്റ്റിൽ സെലക്ട് ചെയ്യാനായിട്ട്. 3ാമത്തേത് എസ്റ്റേറ്റ് ഓഫീസറാണ്. 1 വേക്കൻസി ആയിരുന്നു. 10th ലെവൽ പേയ്മെന്റ് ആയിരുന്നു. 40 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. 10 year എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആണ് അതിന് കൂടുതലും വരുന്നത്. അത് എസ്റ്റേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ സൂപ്പർവൈസറി ലെവലിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ നോളജും കൂടെ വേണം. 4ാമത്തെ പൊസിഷൻ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്. 2 വേക്കൻസി ആയിരുന്നു. 7th ലെവൽ പേയ്മെന്റ് ആണ്. 40 years ആണ് ഏജ് ലിമിറ്റ്. ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് കൊമേഴ്സിൽ പ്ലസ് 5 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതിൽ 3 year എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം. ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ റിസർച്ച് ഓർഗനൈസേഷനിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കണം. അടുത്തത് സൂപ്രണ്ടന്റ് ആണ്. കമ്പ്യൂട്ടർ 1 പോസ്റ്റ് ആയിരുന്നു. 7th ലെവൽ പേയ്മെന്റ് ആണ്. 40 years ആയിരുന്നു ഇതിന്റെ ഏജ് ലിമിറ്റ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BA അല്ലെങ്കിൽ BTech ആണ്. CS അല്ലെങ്കിൽ IT-ൽ. അതിന് 4 year എക്സ്പീരിയൻസ് വേണം. അതല്ലെങ്കിൽ MCA വിത്ത് 2 year എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ MSccs അല്ലെങ്കിൽ IT-ൽ 2 year എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ BSccs അല്ലെങ്കിൽ IT-ൽ 5 year എക്സ്പീരിയൻസ് ആണ് പറയുന്നത്.
അതുപോലെ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, ഫയർവാൾ, സെർവർ അഡ്മിനിസ്ട്രേഷനിൽ ക്വാളിഫിക്കേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിരിക്കും ഈ പോസ്റ്റിനെ സെലക്ട് ചെയ്യാൻ. അടുത്തത് സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണ്. ഒരു പോസ്റ്റ് ആയിരുന്നു. 6th ലെവൽ പേയ്മെൻ്റ് ആണ്. 35 years ആണ് ഏജ് ലിമിറ്റ്. ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ 55% മിനിമം വേണം. അതല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രേഡ് വേണ്ടതാണ്. അതിൻ്റെ കൂടെ 5 year എക്സ്പീരിയൻസും വേണം. ഇതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. ലൈബ്രറിയിലോ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലോ വേണം. അതിൻ്റെ കൂടെ 8 year എക്സ്പീരിയൻസും വേണ്ടതാണ്. അതുപോലെ നമ്മുടെ ലൈബ്രറി മാനേജ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ ഓഫ് IT നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ലഭിക്കും. അടുത്തത് ക്ലർക്കാണ്. ഒരു വേക്കൻസി ആയിരുന്നു. 4th ലെവൽ പേയ്മെൻ്റ് ആണ്. 32 years ആണ് ഏജ് ലിമിറ്റ്. ഇതിന് ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അതുകൂടാതെ ഒരു 1 year വർക്കിംഗ് എക്സ്പീരിയൻസ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ LDCയോ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള പൊസിഷനിലോ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അതുപോലെ MS ഓഫീസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് ഡ്രൈവർ ഗ്രേഡ് 2 ആണ്. ഒരു വേക്കൻസി ആണ്. 2nd ലെവൽ പേയ്മെൻ്റ് ആണ്. 30 years ആണ് ഏജ് ലിമിറ്റ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ 10th പാസ് ആവണം. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം കാറിന്. അതുപോലെ മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ 3 year ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടതാണ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ. അടുത്തത് മാലിയാണ്. ഒരു വേക്കൻസി ആണ്. 1st ലെവൽ പേയ്മെൻ്റ് ആണ്. 25 years ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ SSLC പാസ് ആവണം. അതുപോലെ ഗാർഡനിങ്ങിൽ നിങ്ങൾക്ക് നോളജ് വേണം. ഹിന്ദിയിൽ നോളജ് വേണം. അതുപോലെ ഗാർഡനിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. അടുത്തത് മെസ്സഞ്ചർ ആണ്. 1st ലെവൽ പേയ്മെൻ്റ് ആയിരുന്നു. ഒരു വേക്കൻസി ആണ്. 25 years ആണ് ഇത് ഏജ് ലിമിറ്റ്. ഇത് SSLC പാസ് ആയാൽ മതി. അതുപോലെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ ഇത് എലിജിബിൾ ആയിരിക്കുള്ളൂ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും വർക്കിംഗ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ഹെഡിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ടൈം ഓഫ് ഇൻ്റർവ്യൂ ആണെങ്കിലോ ടെസ്റ്റിലാണെങ്കിലോ നിങ്ങളവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ ഒറിജിനൽ ഡോക്യുമെൻസിൻ്റെ കൂടെ നിങ്ങൾ ഒരു 1 set സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൂടി വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റിൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിനെ വെച്ചിട്ടായിരിക്കും കട്ട് ഓഫ് ചെയ്യുന്നത്. പിന്നെ ഇമെയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടി നിങ്ങൾ മെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇമെയിൽ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണോ ആ പോസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ മെയിൽ ചെയ്യാൻ. മെയിൽ ചെയ്യേണ്ട മെയിൽ ID എന്ന് പറയുന്നത് careers@nipfp.org.in എന്നുള്ളതിലാണ്. അത് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ ഒരു അനക്ഷർ കൂടി തന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഈ മെയിലിൽ. നിങ്ങളിപ്പം ഡ്രൈവർ മാലി മെസ്സഞ്ചർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് കോപ്പി കൂടി CV-യുടെ കൂടെ അയക്കേണ്ടതാണ്. അത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കാൻ. അത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏതാണോ അതും കൂടെ വെച്ച് എൻ്റെ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതണം. അയക്കേണ്ട അഡ്രസ് എന്ന് പറയുന്നത് ദി സെക്രട്ടറി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി, 18/2 സത്സംഗ് ബിഹാർ മാർഗ്, സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏരിയ, ന്യൂഡൽഹി 110067 എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ മെയിൽ ID വഴിയൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കൊടുക്കുന്ന ഇമെയിൽ IDയും വാലിഡ് ആയിരിക്കണം. മൊബൈൽ നമ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ളത് വേണം കൊടുക്കാൻ. അതുപോലെ നിങ്ങളിപ്പോൾ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ ഇൻ്റർവ്യൂവിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്ടസ്റ്റ് ഡൽഹിയിലോട്ടുള്ള ഷോർട്ടസ്റ്റ് റൂട്ടിലേക്ക് ട്രെയിനിലാണെങ്കിൽ AC3 ടയറിൻ്റെ ടിക്കറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എയർപോർട്ടൊക്കെ ആണെങ്കിൽ എക്കണോമിക് ക്ലാസ്സിൽ എയറിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ 3 പോസ്റ്റ്, അതായത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റേറ്റ് ഓഫീസറിൻ്റെയൊക്കെ ഗ്രൂപ്പ് Aയിൽ വരുന്നതിനൊക്കെ പേഴ്സണൽ ഇൻ്റർവ്യൂ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ റിട്ടേൺ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇതിനിപ്പോൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ടൈമിൻ്റെ നിങ്ങൾക്ക് ഇടുന്നതാണ്. സോ നിങ്ങളത് റെഫർ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് June 2 ആണ്. സോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കാം. സോ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ദ വെരി ബെസ്റ്റ്. താങ്ക് യു.
ബൈ.